ഒരുപാട് മുസ്ലിം സുഹൃത്തുക്കളുണ്ട്. ഞങ്ങൾക്ക് ഒരുപാട് അയൽക്കാരുണ്ട്. അവരാരും നിങ്ങൾ ഈ പറയുന്നത് പോലെ പൊട്ടിത്തെറിക്കാൻ പോകുന്നവരോ ഞങ്ങളുടെ കഴുത്ത് വെട്ടാൻ പോകുന്നവരോ ഒന്നും അല്ല എന്നവർ പറയാറുണ്ട്. പക്ഷേ ഒരവസരം മാത്രമേ അവർക്കതിനു വേണ്ടൂ. നമ്മള് ഇസ്രായേൽ ഹമാസ് പ്രശ്നം യുദ്ധം വന്ന സമയത്ത് നമ്മൾ കണ്ടതാണ്. അവരെ വെള്ള പൂശുന്ന തീവ്രവാദികളെ പെയിന്റ് അടിച്ച് നിലനിർത്തുന്ന ആളുകൾ പ്രത്യക്ഷത്തിൽ പൊട്ടിത്തെറിക്കുന്ന ഭീകരന്മാരെക്കാൾ അപകടകാരികളാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം മറ്റവര് പ്രത്യക്ഷമായിട്ട് അങ്ങ് പറയുന്നു, ഇവർക്ക് പൊട്ടിത്തെറിക്കാൻ ഒരു അവസരത്തിന് വേണ്ടിയിട്ട് ഇവര് കാത്തിരിക്കും. അതായത് ഏതൊരു ശരാശരി മുസ്ലിമിനെ നമ്മൾ നോക്കിയാലും 6-ാം നൂറ്റാണ്ടിലെ അരാജകത്വത്തെ സംബന്ധിച്ചും ആ കാലഘട്ടത്തിലെ പ്രവാചകന്റെ ലൈംഗിക അരാജകത്വം പേറിയ സ്ത്രീകളെ വെറും ഒരു ഭോഗവസ്തുവായി മാത്രം കണ്ട ഒരു നേതാവിനെ ന്യായീകരിക്കുന്നവരെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതായത് പെണ്ണ് എന്ന് പറഞ്ഞാല് ചെറുതു മുതൽ വലുതു വരെ, ഉമ്മയുടെ ഗർഭാശയത്തിൽ ഇരിക്കുന്നത് മുതൽ ഖബറിലേക്ക് കൊണ്ടുവയ്ക്കുന്നത് വരെ, നിവച്ച് കഴിഞ്ഞാലും അവരെ ഭോഗിച്ച ചരിത്രം പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അപ്പൊ പെണ്ണ് എന്ന് പറഞ്ഞാൽ വെറും ഒരു ഭോഗവസ്തുവാണ് എന്ന് കണ്ട് പെണ്ണിനെ ഭോഗവസ്തുവാക്കാനും അവരെ ഇവിടെയും ഭോഗവസ്തു പരലോകത്തും അത് ലഭിക്കുന്നതിന് വേണ്ടി പൊട്ടിത്തെറിക്കാനും സജ്ജരായിരിക്കുന്ന ഒരു പ്രവാചകനെയും ആ പ്രവാചകന്റെ എക്കാലത്തേക്കും ഈ ആശയം നിലനിർത്തുന്ന അനുയായികളെയും പെയിന്റ് അടിക്കുന്നവരും തത്തുല്യരാണ് അവര്. അതായത് തന്റെ ആശയം സ്വീകരിക്കാത്തവരെ, അംഗീകരിക്കാത്തവരെ, അനുധാവനം ചെയ്യാത്തവരെ കൊന്നു തള്ളിയും അവരുടെ ഗോത്രങ്ങളെ കൊള്ളയടിച്ചും സ്ത്രീകളെ അടിമകളായി പിടിച്ചു കൊണ്ടുവരികയും ചെയ്ത് ഒരു ജനതയെ മുഴുവനും വാനലോകത്തിരിക്കുന്ന ഒരു കാരുണ്യവാനായ പിഴച്ചോന്റെ പേരില് ചൂഷണം ചെയ്ത ഒരു ഗോത്രത്തലവനെ, ആ ഗോത്രത്തലവൻ ലോകം മുഴുവനും നശിപ്പിക്കത്തക്ക രൂപത്തിൽ ഒരു അഗ്നിയാണ് സ്പ്രെഡ് ചെയ്തത് എന്നതിനെ സംബന്ധിച്ചറിയാതെ ആ ഗോത്രീയതയെ ന്യായീകരിക്കുകയും ആ ഒരു പുസ്തകത്തെ വെള്ള പൂശുകയും ചെയ്യുന്ന ആളുകളോട് നമുക്ക് സമർപ്പിക്കാൻ ജനാധിപത്യമാണുള്ളത്. നമ്മൾ ജീവിക്കുന്ന രാജ്യത്തിന്റെ സുസ്ഥിരതയെയും ജനാധിപത്യ ബോധത്തെയും മതേതരത്വത്തെയും അഖണ്ഡതയെയും ഐക്യത്തെയും മുറുകെ പിടിക്കണമെങ്കിൽ ഈ ആധുനിക സമൂഹത്തിൽ ഇവരുടെ മതപരമായിട്ടുള്ള 6-ാം നൂറ്റാണ്ടിന്റെ തരികിടകൾ ഇവിടെ പറ്റില്ല എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം ഇപ്പോ ഡൽഹിയിലെ സ്ഫോടനത്തെ കുറിച്ച് നമ്മൾ നിരന്തരം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഓരോ മിനിറ്റിലും നമ്മൾ പ്രതീക്ഷിക്കാത്ത രൂപത്തിലുള്ള വാർത്തകൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ റിപ്പോർട്ടുകളുടെ, ആ വാർത്തകളുടെ താഴെ വന്ന് മെഴുകുന്ന, ആ വാർത്ത വായിക്കുന്നവരെ പോലും തെറി പറയുന്ന ഒരു വിഭാഗം ആളുകളുണ്ടല്ലോ, അവരാണ് അപകടകാരികൾ. ഇപ്പോ തന്റെ മോനെ വിട്ടയക്കണമെന്ന് പറഞ്ഞ് ഫരീദാബാദിൽ നിന്ന് സ്ഫോടക വസ്തുക്കളുമായി അറസ്റ്റിലായിട്ടുള്ള കാശ്മീരി ഡോക്ടർ മുസമ്മിൽ ഷക്കീലിന്റെ ഉമ്മ നസീമയുടെ രോദനമാണ് ഇന്ന് മുക്കാൽ മീഡിയ അടക്കമുള്ള തീവ്രവാദത്തെ വെള്ള പൂശുന്ന മീഡിയകൾ എടുത്തു നിർത്തുന്നത്. അതിന്റെ അർത്ഥം എന്താ? ഇപ്പോ കാശ്മീരിൽ നമ്മൾ കണ്ടതാണ്, തീവ്രവാദത്തിൽ ഏർപ്പെട്ട് ജീവൻ പൊലിഞ്ഞ തന്റെ മകന്റെ ജീവൻ പോലും എനിക്ക് ആവശ്യമില്ല, അവന്റെ മൃതശരീരം പോലും എനിക്ക് കാണണ്ട എന്ന് പറഞ്ഞ മാതാക്കളെ ഉയർത്തിപ്പിടിക്കുന്ന ഇത്തരം മത തീവ്രവാദികൾ ഈ രാജ്യത്തെ മുഴുവനും കരിച്ചു കളയാനുള്ള അഗ്നിയുമായി വന്ന ഈ ഡോക്ടർ ഷക്കീൽ, മുസമ്മിൽ ഷക്കീലിന്റെ ഉമ്മയെ ഇന്ന് നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ ചേർത്ത് പിടിക്കുന്നു. ഒരു മാതാവിന്റെ രോദനം എന്ന് പറഞ്ഞ് സൗദി അറേബ്യയിലെ ഒരു അനസ് എന്ന് പറയുന്ന 15-കാരനെ അടിച്ചു കൊന്ന അബ്ദുൾ റഹീം എന്ന ഒരു കാപാലികൻ, ഒരു കൊലയാളിക്ക് വേണ്ടി 64 കോടി പിരിക്കാൻ ഇറങ്ങി പുറപ്പെട്ടതുപോലെ ഈ രാജ്യത്തെ തകർക്കാൻ ഇറങ്ങി പുറപ്പെട്ടവന്റെ ഉമ്മയ്ക്ക് വേണ്ടി കേരളം കരയുന്നെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? ഒന്നേ ഉള്ളൂ, അതുപോലെ മുസമ്മിൽ ഷക്കീൽ ചെയ്തതുപോലെ ഒരു അവസരം തനിക്ക് ലഭിച്ചില്ലല്ലോ, താനും കൂടി ചെയ്യാനുള്ള ഒരു ദൗത്യമാണല്ലോ അവൻ പൂർത്തീകരിച്ചത് എന്ന ചാരിതാർത്ഥ്യമുള്ള ആളുകളാണ് അവനെയും അവന്റെ ഉമ്മയെയും അംഗീകരിക്കുന്നതും പിന്തുണയ്ക്കുന്നതും അവരെ വെള്ളപൂശുന്നതും. തന്റെ മകൻ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ട് എന്ന്
തനിക്ക് അറിയില്ലായിരുന്നു എന്ന് മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുമ്പോൾ അവർ പറഞ്ഞു. ഇപ്പൊ അറിഞ്ഞല്ലോ, NIA പിടിച്ചപ്പോഴറിഞ്ഞല്ലോ, ആന്റി ടെററിസം സ്ക്വാഡ് കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു പറഞ്ഞല്ലോ. എന്നിട്ടും അവനെ വെള്ളപൂശാൻ ഒരു മാതാവ് ശ്രമിക്കുന്നെങ്കിൽ ആ മാതാവ് രാജ്യദ്രോഹിയാണ്. 4 വർഷം മുമ്പാണ് ഈ മുസമ്മില് ഡൽഹിയില് ഡോക്ടറായിട്ട് ജോലി ചെയ്യാൻ വീട് വിട്ട് ഇറങ്ങുന്നത്. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് മുസമ്മിലിനെ കുറിച്ചിട്ട് ഒരു വിവരവും ഉണ്ടായിരുന്നില്ല എന്ന് ഈ ഉമ്മ പറയുന്നു. അറസ്റ്റ് വാർത്ത വന്നപ്പോൾ ഞങ്ങൾ അവനെ കാണാൻ ശ്രമിച്ചു, പക്ഷേ പോലീസ് ഞങ്ങളെ അനുവദിച്ചില്ല. എന്റെ മറ്റൊരു മകനെ പോലും അവര് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് എന്ന് ഈ ഉമ്മ പറയുന്നു. എന്റെ മകൻ ഡൽഹി സ്ഫോടനത്തിൽ പ്രതിയാണ് എന്ന് അവർ പറയുന്നു. എനിക്കിതിനെക്കുറിച്ച് ഒന്നും അറിയില്ല. എന്റെ 2 മക്കളെയും വിട്ടയക്കണം എന്നാണ് ഈ നസീമ എന്ന് പറയുന്ന സ്ത്രീ മോദി സർക്കാരിനോട് ആവശ്യപ്പെടുന്നത്. അതേപോലും തന്റെ മകൻ ഈ രാജ്യത്തെ എതിർത്തിട്ടുണ്ടെങ്കിൽ, തന്റെ മകൻ ഈ രാജ്യത്തെ തീർക്കുന്നതിനു വേണ്ടി, ഇല്ലാതാക്കുന്നതിനു വേണ്ടി ഭീകരവാദ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവനെ മാതൃകാപരമായി ശിക്ഷിക്കണം എന്ന് പറയത്തക്ക രൂപത്തിൽ ഒരു രാജ്യസ്നേഹിയാണ് നസീമ എന്ന് നമുക്ക് തോന്നിയിട്ടില്ല. ഈ മുസമ്മിൽ ഷക്കീലിനെതിരായിട്ടുള്ള ആരോപണങ്ങൾ ഗുരുതരമാണ്. കുടുംബത്തിന് നിയമവിരുദ്ധമായി പ്രവർത്തനങ്ങളിൽ പങ്കുണ്ടോ ഇല്ലേ എന്നത് NIA കണ്ടെത്തേണ്ട കാര്യമാണ്. ഇപ്പൊ അവർ അവകാശപ്പെടുന്നുണ്ട് ഞങ്ങൾക്ക് ബന്ധമില്ലാന്ന്. ശരി, നിരപരാധികളെ ഒന്നും ശിക്ഷിക്കുന്ന സംവിധാനമൊന്നും നമ്മുടെ രാജ്യത്തില്ല. ഇപ്പൊ ജൂൺ മാസത്തില് ഞങ്ങളുടെ പിതാവിന്റെ ശസ്ത്രക്രിയക്കിടയിലാണ് അദ്ദേഹം അവസാനമായിട്ട് ഈ മുസമ്മിൽ ഷക്കീൽ ഞങ്ങളെ കാണുന്നത് എന്ന് കുടുംബം പറയുന്നു. അയാളെ തീവ്രവാദി എന്ന് എല്ലാവരും വിളിക്കുന്നു എന്ന് പറഞ്ഞ് നെഞ്ചിലിടിച്ച് നിലവിളിക്കുന്ന ഈ നസീമ മനസ്സിലാക്കുന്നുണ്ടോ മകൻ തീവ്രവാദിയാണെന്ന്? മകൻ തീവ്രവാദ കുറ്റമാണ് ചെയ്തതെന്ന്? ലോകത്തുള്ള സകലമാന കാഫിറുകളെയും കൊന്നൊടുക്കുന്നതിന് വേണ്ടി റിസിൻ എന്ന് പറയുന്ന മാരകമായിട്ടുള്ള വിഷപദാർത്ഥം ഉൽപ്പാദിപ്പിച്ച തലച്ചോറ് തന്റെ മകന്റെ ആയിരുന്നു എന്ന് ഈ സ്ത്രീ തിരിച്ചറിയുന്നുണ്ടോ? ഞങ്ങളുടെ കുടുംബം അങ്ങനെ ചെയ്തിട്ടില്ല എന്ന്. ഇവിടെ നിമിഷ ഫാത്തിമ എന്നും പറഞ്ഞ് ഒരുത്തി യമനിലോ സിറിയയിലോ പാകിസ്ഥാനിലോ അഫ്ഗാനിലോ ഒക്കെ പൊട്ടിത്തെറിക്കാൻ വേണ്ടിയിട്ട് പോയപ്പോ ഇവിടെ അവളുടെ അമ്മ പിന്നെ എന്താണ് സമ്പത്ത് ബിന്ദു സമ്പത്ത് ഇവിടെ കിടന്ന് അലറി വിളിച്ചു മാധ്യമങ്ങളിലൊക്കെ വന്നിട്ട് മറ്റുള്ളവരെ തെറി പറഞ്ഞതുപോലെ ഉണ്ട്. ഞങ്ങൾ മനസ്സുകൊണ്ട് ഇന്ത്യക്കാരാണെന്ന്, ഇന്ത്യയെ പിന്തുണച്ചതിനെ ഞങ്ങൾ കല്ലെറിയല് പോലും നേരിട്ടിട്ടുള്ളത്. ആര് ഇന്ത്യയെ പിന്തുണയ്ക്കുമ്പോൾ ഇവരെ ആരാ കല്ലെറിയുന്നത്? ഇന്ത്യക്കാരായിരിക്കില്ല, രാജ്യസ്നേഹികളായിരിക്കില്ല. മുസമ്മിൽ ഷക്കീൽ നല്ലൊരു വ്യക്തിയായിരുന്നു നമ്മ ഏതെങ്കിലും അമ്മമാര് തള്ളി പറയുമോ? മക്കളെ എത്ര തീവ്രവാദിയാണെങ്കിലും എത്ര ഭീകരവാദിയാണെങ്കിലും. പക്ഷെ അങ്ങനെ പറയുന്ന അമ്മമാരെ കാശ്മീരിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പൊ അവര് പറയാണ് എന്റെ മക്കളെ കാണാൻ ഞങ്ങളെ അനുവദിക്കുന്നില്ല. ബിരിയാണി വാങ്ങിച്ചോണ്ട് കൊടുക്കാൻ അനുവദിക്കണമായിരുന്നോ? അതോ പൂമാലയിട്ട് സ്വീകരിക്കാൻ അനുവദിക്കണമായിരുന്നോ? തന്റെ സഹോദരിയുടെ വിവാഹം റദ്ദാക്കി എന്ന് പറഞ്ഞിട്ടാണ് നസീമ കരയുന്നത്. മുസമ്മിലിന്റെ സഹോദരനും പറയുന്നു എന്റെ പെങ്ങളുടെ വിവാഹവും മുടങ്ങിപ്പോയി. രാജ്യത്ത് 32 കാറുകളിലായി 32 സ്ഥലങ്ങളിൽ, അതും ജനനിബിഡമായിട്ടുള്ള പ്രദേശങ്ങൾ അവർ സ്കെച്ച് ചെയ്ത് വെച്ചേക്കുക. അത്രയും ആളുകളുടെ ജീവൻ എടുക്കുന്നതിന് വേണ്ടി തയ്യാറെടുത്തവനെ ഇവര് നിരപരാധിയാണ്, അവനെ വെറുതെ വിടണമെന്ന്. കാശ്മീർ സ്വദേശികളായിരുന്നല്ലോ പിടിക്കപ്പെട്ട ഡോക്ടർമാരെല്ലാം. ഈ മുഹമ്മദ് ഷക്കീലാണെങ്കിലും പിന്നെ ആദിൽ അഹമ്മദ് റാത്തർ ആണെങ്കിലും സ്ഫോടക വസ്തുക്കളുമായിട്ടല്ലേ ഇവരെ പിടികൂടിയത്. 90 മുതലും ദൃക്സാക്ഷികളുമുണ്ട്. അപ്പോ അവരുടെ താമസ സ്ഥലത്ത് നടത്തിയ പരിശോധനയിൽ തോക്ക് കണ്ടെത്തി. 2900 കിലോ അമോണിയം നൈട്രേറ്റ് അടക്കമുള്ള സ്ഫോടക വസ്തുക്കളാണ് നസീമയുടെ നിരപരാധിയായിട്ടുള്ള ഉത്തമ സമുദായത്തിന്റെ ഉടമ വാടക വീട്ടിൽ സൂക്ഷിച്ചത്. ഇതേ രാസവസ്തുവിന്റെ സാന്നിധ്യം കഴിഞ്ഞ ദിവസം സ്ഫോടനം നടന്ന ചെങ്കോട്ടയിൽ കണ്ടെത്തിയതോടുകൂടിയാണ് ആ അന്വേഷണം പുരോഗമിച്ചത്. അപ്പം ഇതുപോലെയുള്ള ഉമ്മമാരുടെ കൂടി നാടാണിത്. ഇത്തരം തീവ്രവാദികളായിട്ടുള്ള മക്കളെ തങ്ങൾക്ക് കാണണ്ട, അവരെ രക്ഷിക്കാനാണ് ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു മാതാവ് എന്നതിലുപരി അവരൊരു ഇന്ത്യൻ പൗരയാണ് എന്നത് മറന്നുപോയി. ഒരു പക്ഷേ ഈ 2900 കിലോഗ്രാം സ്ഫോടക വസ്തുക്കളുമായി ഇവന്മാരെ പിടിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഇന്ന് ഈ രാജ്യം 32 സ്ഥലങ്ങളിലെ പൊട്ടിത്തെറികൾക്ക് സാക്ഷിയാകുമായിരുന്നില്ലേ? എത്ര ഭീകരമായിട്ടുള്ള, എത്ര ഗുരുതരമായിട്ടുള്ള തെറ്റാണ് അവർ ചെയ്തത്. എന്നിട്ടും ഇവനെ പോലെയുള്ള കീടങ്ങളെ, ഭീകരരെ വെള്ള പൂശാൻ ഒരു വിഭാഗം ആളുകൾക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ
അവർ സൈലന്റ് ആയിട്ടുള്ള സ്ലീപ്പർ സെൽ തീവ്രവാദികളാണ്. വൈറ്റ് കോളർ ഭീകരത മാത്രമാണ് നമ്മൾ കണ്ടത്. അല്ല, എല്ലാ കോളറിലും ഉണ്ട് ഭീകരത. മുറിയനാണോ അവനൊരു അവസരം നോക്കിയിരിക്കും. എങ്ങനെയാണ് ആ മുസ്ലിമിന്റെ കഴുത്തെടുക്കേണ്ടത്, എങ്ങനെയാണ് ആ മുസ്ലിങ്ങളെ ഈ രാജ്യത്ത് നിന്ന് തുരത്തി നമുക്ക് ഇസ്ലാം മതരാജ്യമാക്കേണ്ടതെന്ന് യാതൊരു സംശയവുമില്ല. ഇത്തരം ഭീകരന്മാരെ കുറിച്ച് നിരന്തരം മുന്നറിയിപ്പ് നൽകുക വഴി നമ്മളും പ്രശ്നത്തിലാണ് അകപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എവിടെ പോയി സംസാരിച്ചാലും ശരി, നമ്മളും അകപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഈ ഭീകരന്മാരുടെ കൈകളിലാണ്. ഒരു പക്ഷേ ഹമാസ് കൊണ്ടുപോയ ഇസ്രായേൽ ബന്ദികളോട് ചെയ്തതിനേക്കാൾ നീചമായും നികൃഷ്ടമായും നിന്ദ്യമായും എന്നെയൊക്കെ കയ്യിൽ കിട്ടിയാൽ അവർ ചെയ്യും. കാരണം അത്രയ്ക്ക് ആശയപരമായ പാപ്പരത്വമുണ്ട് അവർക്ക് എന്നോട്. ഇത്തരം ഭീകരന്മാരെ കുറിച്ച് പുറത്തു പറയുമ്പോൾ, ഇവരെ ഉൽപ്പാദിപ്പിക്കുന്നത് 6-ാം നൂറ്റാണ്ടിന്റെ ഒരു പുസ്തകമാണ് എന്ന് തുറന്നു പറയുമ്പോൾ, ഇത് തന്നെയാണ് 6-ാം നൂറ്റാണ്ടിലെ ഗോത്ര നേതാവ് ചെയ്തതും പറഞ്ഞതും പഠിപ്പിച്ചതും പ്രചരിപ്പിച്ചതും എന്നത് ആ ഗ്രന്ഥങ്ങൾ നിവർത്തി പറയുമ്പോൾ ഇവർക്ക് ക്രോസ് ചെക്ക് ചെയ്യാനൊന്നുമില്ലല്ലോ. അപ്പോൾ പിന്നെ ഇവർ അടുത്തതായിട്ട് എന്ത് ചെയ്യും? നമ്മളെ ക്രോസ് ചെയ്യാൻ ശ്രമിക്കും. എങ്ങനെ ക്രോസ് ചെയ്യാൻ? ഉടലും തലയും വേർപെടുത്തി ക്രോസ് ചെയ്യാൻ ശ്രമിക്കും. അതിനെ എത്രമാത്രം അതിജീവിക്കാൻ പറ്റുമെന്നൊന്നും അറിയില്ല. എന്തായിരുന്നാലും ഉടലിൽ ജീവൻ ഉള്ളിടത്തോളം കാലം ഈ ഭീകരതയെ സംബന്ധിച്ച് ജനങ്ങളെ ബോധവൽക്കരണം നടത്തുക തന്നെ ചെയ്യും. നമസ്കാരം ജാമിദ ടീച്ചറെ. നമസ്കാരം. ഓ നമസ്കാരം. നമസ്കാരം. വളരെ നന്ദി. അതെ, എവരുടെ ശരീരം സ്ഫോടന ചെയ്യാൻ വെച്ചിരിക്കുന്ന ശരീരമാണോ എന്നാണ് നമ്മുടെ സംശയത്തിലിരിക്കുന്നത്. വാസ്തവമായും എവരുടെ ശരീരം സ്ഫോടന വസ്തു തന്നെയാണ്. അല്ലെന്ന് ഏതാ ജിഹാദികളാണ്, തെറ്റിദ്ധരിക്കരുത്. ഞാൻ ജിഹാദിയെ കുറിച്ച് മാത്രമേ പറയുന്നു. ഞാൻ ഈ 4 ദിവസമായി ഞാൻ ഇങ്ങനെ വായിച്ചു നോക്കിയപ്പോൾ ഈ ജിഹാദികൾ എന്ന് പറയുന്നത് അറബിയിൽ പറയുന്നത് മുജാഹിദുകളാണ്. അങ്ങനെയെങ്കിൽ ഈ മുജാഹിദിനെ സപ്പോർട്ട് ചെയ്യുന്നവരും ജിഹാദികൾ തന്നെ. അതിന് സംശയമുണ്ടോ ജാമിദ ടീച്ചറെ? ഒരു സംശയമില്ല. മറ്റവര് പ്രത്യക്ഷമായി പറയുന്നു. ഇവരാണ് ഈ പ്രത്യക്ഷമായി പറഞ്ഞു പൊട്ടിത്തെറിക്കുന്നവരെക്കാൾ കൂടുതൽ നമ്മൾ ഭയക്കേണ്ടത് ഈ തീവ്രവാദികളെ പിന്തുണച്ച് സൈലന്റായിട്ട് നിന്നിട്ട് ഇവരെ വെള്ള പൂശുന്നവരെയാണ് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്. സംശയമില്ല. അവരതിനേക്കാൾ കൊടും ജിഹാദികളാണ്. ജിഹാദ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, രക്തസാക്ഷിയാക്കുക അള്ളാഹുവിന് വേണ്ടി. ഈ ജിഹാദികൾ മാത്രമല്ല, ഈ തീവ്രവാദികൾ ഇനി പറയാനില്ല. ജിഹാദികൾ, തീവ്രവാദി എന്ന് പറഞ്ഞാൽ LTT തീവ്രവാദികൾ ഉണ്ടായിരുന്നു. അതുപോലെ മറ്റേ സിഖുകാര്. ഇത് തീവ്രവാദികൾ. ജിഹാദി ജിഹാദി എന്ന് പറഞ്ഞാൽ ഈ അള്ളാഹുവിന് വേണ്ടി മാത്രം മറ്റുള്ളവരെ കൊല്ലാൻ നടക്കുന്നു. ജിഹാദികളെ നാട് കടത്തണമെന്ന് പറയുന്നത് തെറ്റുണ്ടോ? ഇല്ല, അവരെ നാട് കടത്താനുള്ള ഒരു സംവിധാനം നമ്മുടെ രാജ്യത്ത് വന്നിട്ടില്ലെങ്കിൽ നമ്മുടെ രാജ്യം നാളത്തെ ബംഗ്ലാദേശും പാകിസ്ഥാനും സിറിയയും ഒക്കെ ആയി മാറും. ദൈവം അതിനെ പ്രവർത്തിക്കണം. അല്ല, ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നുണ്ടാ പറഞ്ഞത്. ദൈവം അതിനു വേണ്ടി പ്രവർത്തിക്കണം. ജിഹാദികളെ നാട് കടത്തണം. ഞാൻ മുസ്ലിങ്ങളെ നാട് കടത്താൻ പറയുന്നില്ല. ജിഹാദികൾ ആരുണ്ടോ അവരെല്ലാം നാട് കടത്താം. ഇന്ത്യയിൽ നിന്നും നാട് കടത്തണം. തീവ്രവാദികൾ കാണുന്നു, അവര് തീവ്രവാദം പ്രവർത്തിക്കുന്നത് നോക്കുന്നുണ്ട്. അതിനുവേണ്ടി ഗവൺമെന്റ് എല്ലാം ചെയ്യും. ഈ ജിഹാദികളെ നാട് കടത്താത്തത് എന്തുകൊണ്ട്? അതിന്റെ ഒരു ചോദ്യമാണ്. അത് ജിഹാദികൾക്ക് സപ്പോർട്ട് ചെയ്യുന്നവരും അവരിൽപ്പെട്ടവർ തന്നെ അല്ലേ ഖുർആൻ പ്രകാരം? ഖുർആൻ പറയുന്ന കാഫറിനോട് കൂടി ജീവിക്കുന്നവൻ അവനിൽപ്പെട്ടവനാണെന്നോട്. അപ്പൊ ജിഹാദികൾക്ക് സപ്പോർട്ട് ചെയ്യുന്നവൻ അവനിൽപ്പെട്ടവനല്ലേ? ഒരു സംശയവുമില്ല, ഒരു സംശയവുമില്ല. വളരെ യാഥാർത്ഥ്യം. കാരണം ഇവരുടെ ഉള്ളിൽ കിടക്കുന്ന ആ ജിഹാദിസം ഉണ്ടല്ലോ, അതായത് അള്ളാഹുവിന് വേണ്ടി ചാവണം, അള്ളാഹുവിന് വേണ്ടി കൊല്ലണം, ചത്താലും കൊന്നാലും എത്ര പേരെ കൊന്നു, എത്ര പേരാണ് നീ കാരണം ചത്തത് എന്ന് നോക്കി ഇവർക്ക് റിവാർഡും
മുലമുഴുത്ത സ്ത്രീകളെയും വെച്ച് കാത്തിരിക്കുന്ന അതിനേക്കാൾ ഒരു കൊടും ഭീകരനായിട്ടുള്ള ഒരു പിഴച്ചോൻ. ഇപ്പോ നമുക്ക് ഇന്ന് വന്ന ഒരു വാർത്ത നിങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ഇപ്പോ ചെങ്കോട്ടയ്ക്ക് സമീപം സ്ഫോടനം നടത്തിയ ആളുകള് അവരിൽ നിന്നും പിടിച്ചെടുത്തത് 2900 കിലോഗ്രാം സ്ഫോടക വസ്തുക്കൾ മാത്രമാണ്. പക്ഷേ 3200 കിലോ സ്ഫോടക വസ്തുക്കൾ ഉണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ NIA പുറത്തുവിട്ട വിവരം. അങ്ങനെയാണെങ്കിൽ ഇതില് 300 കിലോ വരുന്ന സ്ഫോടക വസ്തുക്കൾ ഇനിയും കണ്ടെത്തേണ്ടതുണ്ട്. ഒരു പക്ഷേ ചെങ്കോട്ടയിൽ ഇങ്ങനെ ഒരു സ്ഫോടനം നടക്കുന്നതിനു മുമ്പ് ഈ 2900 കിലോഗ്രാം സ്ഫോടക വസ്തുക്കൾ പിടിക്കപ്പെട്ടിട്ടില്ലായിരുന്നെങ്കിൽ 32 കാറുകൾ 32 നഗരങ്ങളിൽ പൊട്ടിത്തെറിച്ച് നമ്മുടെ ഒക്കെ വീടുകളിൽ ഒരു പക്ഷേ വെള്ളത്തുണിയിൽ പുതപ്പിച്ച മൃതശരീരങ്ങളുടെ അവശിഷ്ടങ്ങൾ കൊണ്ടുവന്ന് കിടത്തുമായിരുന്നില്ലേ? അപ്പോ ബാക്കി 300 കിലോ സ്ഫോടക വസ്തുക്കൾ ആരുടെ ജീവൻ അപഹരിക്കാൻ, എവിടെ, എപ്പോൾ, എന്തിന്, ആരുടെ കൈകളിൽ, എന്തുകൊണ്ട്? ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. ഈ ഭീകര സംഘത്തില് കൂടുതൽ ആളുകൾ ഉണ്ട് എന്നാണ് ചോദ്യം ചെയ്തവരിൽ നിന്നും NIAക്ക് ലഭിച്ച വിവരം. അപ്പോ ഏജൻസികൾ തന്നെ അത് വെളിപ്പെടുത്തുന്നുമുണ്ട്. ഈ ഭീകരരുമായി ബന്ധപ്പെട്ട മറ്റു പലയിടങ്ങളിലും ഹരിയാന പോലീസിന്റെ അടക്കം നേതൃത്വത്തിൽ തീവ്രമായിട്ടുള്ള പരിശോധനകൾ നടക്കുകയാണ്. ഇതുവരെ കണ്ടെത്തിയത് 2900 കിലോഗ്രാം സ്ഫോടക വസ്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ അനുസരിച്ച് സഹാറൻപൂരിൽ ജോലി ചെയ്തിരുന്ന ഒരു ഡോക്ടർ ആദിൽ, ഇവനെയാണ് ജമ്മു കാശ്മീർ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇയാള് ജമ്മു കാശ്മീർ സ്വദേശിയാണ്. ഇവനിൽ നിന്നാണ് ഇവന്റെ കൂട്ടാളിയായിട്ടുള്ള ഉമറും ഡോക്ടർ മുസമ്മിൽ ഷക്കീലിനെയും ഒക്കെ അവരിലേക്കൊക്കെ അന്വേഷണം എത്തുന്നതും ചെയിൻ പോലെ മൾട്ടി ലെവൽ മാർക്കറ്റിംഗിന്റെ ബൈനറി പ്ലാൻ പോലെ നിരന്നു കിടക്കുകയാണ് ഡോക്ടർമാരുടെ വലിയ സംഘടന ഇതിനകത്ത്. അപ്പൊ ഇവരിൽ നിന്നൊക്കെ ലഭിച്ച വിവരം അനുസരിച്ച് 3200 കിലോഗ്രാം സ്ഫോടക വസ്തുക്കളാണ് 32 കാറുകളിലായി 32 ഇടങ്ങളിൽ പൊട്ടിത്തെറിപ്പിക്കാൻ തീരുമാനിച്ചിരുന്നത് എന്ന് ഇപ്പോൾ പോലീസും ഏജൻസിയും വ്യക്തമാക്കുന്നു. ഡൽഹി സ്ഫോടന കേസ് NIAക്ക് കൈമാറിയിട്ടുണ്ട് എന്നത് നേരെ. പക്ഷേ ഭീകരരുടെ അറസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കേസ് ഇപ്പോഴും അന്വേഷിക്കുന്നത് ഹരിയാന പോലീസാണ്. അപ്പോൾ ജമ്മു കാശ്മീർ പോലീസും അന്വേഷണത്തിന്റെ ഭാഗമായിട്ടൊപ്പമുണ്ട് എന്നത് നേരെ. പക്ഷേ ഡൽഹി നഗരത്തിലെ സ്ഫോടനം ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഇത്രയും സ്ഫോടക വസ്തുക്കൾ ഭീകരർ എത്തിച്ചത് എന്നാണ് പോലീസിന് അന്വേഷണത്തിലൂടെ ലഭിച്ച വിവരം. ആകെ 2900 കിലോ സ്ഫോടക വസ്തുക്കൾ മാത്രമാണ് ഇവരുടെ ഒളിത്താവളങ്ങളിലും നിന്നും കണ്ടെടുത്തത് എന്നത് തന്നെ നമ്മളെ ഭയപ്പെടുത്തുന്നു. അപ്പോൾ 300 കിലോ സ്ഫോടക വസ്തുക്കൾ കൂടി കണ്ടെത്താനുണ്ട്. അപ്പൊ പ്രതികളെ കൂടുതൽ കൂടുതൽ ചോദ്യം ചെയ്യുന്നതിൽ നിന്ന് NIAക്ക് ലഭിക്കുന്ന ഓരോ മിനിറ്റിലും പുതിയ പുതിയ അപ്ഡേറ്റുകൾ. ആ അപ്ഡേറ്റ്സിൽ പെട്ടതാണ് ബാക്കി വരുന്ന 300 കിലോഗ്രാം സ്ഫോടക വസ്തുക്കൾ എവിടെ എന്ന ചോദ്യം. അത് എവിടെ, ആര് സൂക്ഷിച്ചിരിക്കുന്നു? അതാണ് അകത്തായതിനേക്കാൾ കൂടുതൽ ഭീകരർ പുറത്തുണ്ട്. അപ്പോ പ്രത്യക്ഷമായി പൊട്ടിത്തെറിക്കാൻ തയ്യാറായി നിൽക്കുന്നതിനേക്കാൾ കൂടുതൽ ആളുകൾ പൊട്ടിത്തെറിക്കാൻ ഇവരെ പ്രേരിപ്പിച്ചു ഒരുക്കി വിടുന്നതിലുണ്ട്. ഇപ്പോ തന്റെ കൂട്ടാളികളായിട്ടുള്ള 5 പേര് 3000 കിലോ സ്ഫോടക വസ്തുക്കളുമായി പിടിയിലായി എന്ന് കേട്ടപ്പോൾ ബാക്കി വരുന്ന ഡോക്ടർമാർ പരിഭ്രാന്തിയിലായി. ആ തീവ്രവാദികൾ പരക്കം പാച്ചിലും വെപ്രാളവും നടത്തി. അങ്ങനെയാണ് ബാക്കിയുള്ള സ്ഫോടക വസ്തുക്കളുമായിട്ട് പരക്കം പാഞ്ഞതിനിടയിൽ പൊട്ടിത്തെറിച്ചു എന്നും അതുകൊണ്ട് അതിനകത്ത് തീവ്രവാദമില്ല എന്നും പറയുന്ന മുക്കാൽ മീഡിയകളുടെ ഒക്കെ വെള്ളപൂശൽ. അതിന്റെ അർത്ഥം എന്താ? അവര് പൊട്ടിത്തെറിക്കണമായിരുന്നു. നമ്മുടെയൊക്കെ ദൗത്യമാണല്ലോ അവരാ നിറവേറ്റിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ 32 പഴയ വാഹനങ്ങൾ, അതും വ്യാജ രജിസ്ട്രേഷനിൽ. അപ്പൊ എത്ര ദിവസങ്ങളായി, മാസങ്ങളായി, മണിക്കൂറുകളായി, എത്ര ജാഗ്രതയോടുകൂടി പഴുതടച്ചാണിവർ ഇത് പ്ലാൻ ചെയ്തിരുന്നത്. ഇപ്പോ ഈ സ്ഫോടനത്തില് കസ്റ്റഡിയിൽ എടുത്ത ആളുകള് രാജ്യത്തെ പ്രധാന നഗരങ്ങളില് ഒരേ സമയമാണ് വലിയ രൂപത്തിലുള്ള സ്ഫോടന പരമ്പരയ്ക്ക് പദ്ധതിയിട്ടിരുന്നു എന്ന് ഇന്റലിജൻസ് റിപ്പോർട്ട് പറയുന്നത്. എത്ര മനുഷ്യന്മാരുടെ ജീവനുകൾ അപഹരിക്കാൻ. ഇവരുമായിട്ട് ഇവർക്ക് എന്തെങ്കിലും മുൻവൈരാഗ്യങ്ങളുണ്ടോ? ഇല്ല. നരേന്ദ്രമോദിയെ താഴെ ഇറക്കണം. ഈ രാജ്യത്ത് വലിയ രൂപത്തിൽ ഒരു കലാപമുണ്ടാക്കി ജനങ്ങളെ ഭീതിയിലാഴ്ത്തണം.
എപ്പോഴും രക്തപ്പുഴ മാത്രം ഒഴുകുന്നത് കണ്ട് ആസ്വദിച്ച ഒരു സാഡിസ്റ്റ് ആയിട്ടുള്ള പിഴച്ചോണാണ്. ആ പിഴച്ചോന്റെ നേതൃത്വത്തിലാണ് ഇവരിത് ചെയ്യുന്നതെങ്കിൽ ആ ഗോത്രകാല നേതാവിനെ സംബന്ധിച്ചിടത്തോളം കാഫിറുകളുടെ ജീവന് പുല്ലുവില പോലും നൽകുന്നില്ല എന്ന് ഈ ഗ്രന്ഥങ്ങളിൽ നിന്നും പഠിച്ചവരാണ് ഇതിന് തയ്യാറായത്. ഇപ്പൊ ജെയ്ഷെ മുഹമ്മദ് എന്തിനാണ് പാകിസ്ഥാൻ ഇന്ത്യയെ തകർക്കാൻ ആഗ്രഹിക്കുന്നത്? പാകിസ്ഥാൻ എല്ലാ കാലത്തും ഇന്ത്യക്കെതിരെ എന്തൊക്കെ ചെയ്യാമോ അതൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നാലോ ഇന്ത്യയോട് തെണ്ടാനോ യാചിക്കാനോ യാതൊരു മടിയുമില്ല. അപ്പൊ ജെയ്ഷെ മുഹമ്മദ് എന്ന സംഘടനയുമായി ഭീകര സംഘടനയാണ്, ഈ സംഘം ബന്ധപ്പെട്ടിരുന്നു എന്ന് പറയുമ്പോൾ ഈ രാജ്യത്തിനകത്തിരുന്നിട്ട് പിടിക്കപ്പെട്ടാൽ തല പോകുന്ന ശിക്ഷ കിട്ടുമെന്ന് ഉറപ്പുണ്ടായിട്ട് പോലും ആ ഭീകരരുമായി ബന്ധപ്പെടാനും അവരുടെ പണം വാങ്ങി മൃഷ്ടാനം വെട്ടി വിഴുങ്ങാനും ഇവർക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ധൈര്യം നൽകുന്ന ഒരു ചാലകശക്തി പിന്നിലില്ലേ? അതായത് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഏകോപിതമായിട്ടുള്ള സ്ഫോടനങ്ങൾ നടത്തിക്കഴിഞ്ഞാൽ ഇവർ പിടിക്കപ്പെടില്ല. ഇവർക്ക് ദുബൈ, ഖത്തർ, ഇന്തോനേഷ്യ, മലേഷ്യ പോലെയുള്ള രാജ്യങ്ങൾ സുരക്ഷിതമായിട്ടുള്ള താവളം ഒരുക്കി കാത്തിരിക്കുകയാണ്. ഇതിനു വേണ്ടിയാണ് സ്ഫോടക വസ്തുക്കൾ നിറച്ച 32 പഴയ വാഹനങ്ങൾ തയ്യാറാക്കാൻ ഇവർ ലക്ഷ്യമിട്ടത്. ഇവർക്കറിയാം ഈ രാജ്യത്ത് നിന്നാൽ ഇവർ പിടിക്കപ്പെടും. ഇപ്പൊ ഹൂറിപ്പെണ്ണുണ്ടല്ലോ, ഷഹീൻ സെയ്ദ്, ഇവിടെ ദുബൈയിലേക്ക് കിടക്കാൻ ശ്രമിച്ചിരുന്നു എന്നാണ് രാവിലെ പറഞ്ഞ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നത്. ആദ്യഘട്ടത്തിൽ ഒരേ സമയം 4 നഗരങ്ങളിൽ സ്ഫോടനം, 2 പേരടങ്ങുന്ന 4 സംഘങ്ങളായി സ്ഫോടനം നടത്താൻ ഇവർ പദ്ധതിയിടും. നമ്മുടെ കയ്യോ കാലോ ഒന്ന് പൊള്ളിയാൽ പോലും നമുക്ക് എത്രമാത്രം വേദനയുണ്ടാകും. എന്നിട്ടും സ്വന്തം ശരീരത്തിൽ സ്ഫോടക വസ്തുക്കൾ വെച്ച് അള്ളാഹുവിന് വേണ്ടി കൊല്ലാൻ, അള്ളാഹുവിന് വേണ്ടി ചാവാൻ തയ്യാറെടുക്കുന്ന ഈ മനോരോഗികളെ ഒരു നിമിഷം പോലും നമ്മുടെ സർക്കാർ വച്ചുകൊണ്ടിരിക്കരുത്. നമ്മുടെ നികുതി പണത്തിൽ നിന്ന് ഇവനൊക്കെ ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കാൻ ഇടവരരുത്. ഇവിടെയാണ് നമ്മൾ യോഗിയുടെ നിയമമാണ് ഇവിടെ വേണ്ടത് എന്ന് ആഗ്രഹിക്കുന്നത്. ഷൂട്ട് ആൻഡ് സൈഡ് തീർത്ത് കളയണം. ഇവനെയൊക്കെ വെച്ചുകൊണ്ടിരിക്കുന്നത് ഇവനൊക്കെ കിട്ടാവുന്ന ഏറ്റവും വലിയ ഒരു ഇളവാണ്. എന്നിട്ട് ഇവരെന്ത് ചെയ്തു? IT മേഖലയിൽ എഫിഷ്യന്റ് ആയിട്ടുള്ള ആളുകൾ സിഗ്നൽ എന്ന് പറയുന്ന ഒരു ആപ്പ് അതിനകത്ത് ഗ്രൂപ്പ് ഉണ്ടാക്കിയെടുക്കുന്നു. ആശയവിനിമയം നടത്തിയിരുന്നത് അതിലൂടെയാണ്. കണ്ടെത്തുമെന്ന് ഇവർക്കറിയാം. പക്ഷേ ഇന്റലിജൻസ് ഏജൻസികൾ കണ്ടെത്തുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ ഈ രാജ്യത്ത് നാശം വിതച്ചിട്ട് എത്തേണ്ടിടത്തെത്തും എന്ന ഒരു കോൺഫിഡൻസ് ആണ് ഇവർക്കുണ്ടായിരുന്നത്. ഇതേ രൂപത്തിൽ സ്ഫോടനങ്ങൾക്ക് പദ്ധതിയിട്ട് ഇവര് കൂടുതൽ വാഹനങ്ങൾ വാങ്ങിയിരുന്നു എന്നിപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. 32 തന്നെ ആയിരുന്നോ I-20 എക്കോസ്പോർട്ട് കാറുകൾ? അത് കഴിഞ്ഞിട്ട് 2 വാഹനങ്ങൾ കൂടി കസ്റ്റഡിയിൽ എടുത്തു. അതും ഇവര് വാങ്ങിയതാ. പോലീസിന് ലഭിച്ചിട്ടുണ്ട് ഇതിന്റെ ഒക്കെ എല്ലാ തെളിവുകളും. ഇതിലൊക്കെ സ്ഫോടക വസ്തുക്കൾ നിറച്ച് വലിയ ആക്രമണങ്ങൾക്കാണ് ഇവർ പദ്ധതിയിട്ടിരുന്നത്. ഇങ്ങനെ ഇവര് വാങ്ങിയെന്ന് സംശയിക്കുന്ന കാറുകളൊക്കെ അന്വേഷണം ഊർജിതമാക്കി മുന്നോട്ട് പോകുന്നുണ്ട്. ഇപ്പൊ ഒരു I-20 ഇക്കോസ്പോർട്ട്, ഈ 2 വാഹനങ്ങളില് പ്രതികൾ മാറ്റം വരുത്താൻ വേണ്ടിയിട്ട് ഒരുപാട് ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. കാരണം പൊട്ടിത്തെറിച്ചാൽ പോലും അന്വേഷിച്ച് കണ്ടെത്തരുത്. ഈ സ്ഫോടന പരമ്പര നടത്താനുള്ള വിശാലമായിട്ടുള്ള പദ്ധതിയുടെ ഭാഗമായി സമാനമായ രീതിയിൽ മറ്റു വാഹനങ്ങൾ ഇവർ തയ്യാറാക്കുന്നുണ്ട് എന്നാണ് ഇവര് ചോദ്യം ചെയ്തതിൽ നിന്നും NIA പുറത്തുവിടുന്ന വിവരങ്ങൾ. 4 സ്ഥലങ്ങളില് ഏകോപിത സ്ഫോടനങ്ങൾ, 8 പ്രതികൾ, ഇവര് 2 പേര് വീതം ഓരോ കാറിൽ. അപ്പോ ഇവർക്കറിയാം എന്റെ അവസാനത്തെ പ്രഭാതമാണിന്ന്. അവര് ഭക്ഷണം കഴിക്കുമ്പോഴറിയാം എന്റെ അവസാനത്തെ ഭക്ഷണമാണിന്ന്. സ്ഫോടക വസ്തുക്കൾ ശരീരത്തിൽ വെച്ച് ഇവരെ വലിച്ചു മുറുക്കി കെട്ടുമ്പോൾ ഇവർക്കറിയാം കാലിന്റെ ഇടയ്ക്ക് ഈ സുനാമി വെച്ചിട്ട് പൊട്ടിത്തെറിക്കാനാണ് ഞാൻ ഈ പോകുന്നത് എന്ന് ഇവർക്കറിയാം. അപ്പോ ഇവർ ഡോക്ടറാണ്, ഇവര് മൗലവിമാരാണ്, പഠിച്ചവരാണ്. എന്താ കാര്യം? തലച്ചോറിനുള്ളത് 6-ാം നൂറ്റാണ്ടിന്റെ ഗോത്ര നിയമവും ഗോത്ര മതവും ഒക്കെയാണ്. അപ്പൊ ഇങ്ങനെ വെച്ച് പൊട്ടിത്തെറിച്ച് കുറെ ആളുകളെ കൊന്നു കഴിഞ്ഞാൽ നമ്മളെ കാത്തിരിക്കുന്ന മുലതുടുത്ത പെണ്ണുങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കാലിന്റെ ഇടയ്ക്ക് സ്ഫോടക വസ്തുക്കളും വെച്ച് പൊട്ടിത്തെറിക്കാൻ ഇവരൊക്കെ തയ്യാറെടുക്കുന്നത്. പ്രതികള് 20 ലക്ഷം രൂപയോളം പണമായിട്ട് സമാഹരിക്കുന്നു. എന്നിട്ട് പ്രവർത്തനങ്ങളുടെ ചെലവുകൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് പണം പലരും നൽകുന്നു. ആ നൽകുന്ന ആളുകളെ മുഴുവനും ചെകഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് NIA തയ്യാറായിട്ടുണ്ട്. അപ്പോ അതുപോലെ IEDകൾ നിർമ്മിക്കുന്നതിന് വേണ്ടി ഗുരുഗ്രാം, നൂഹ് എന്നീ പ്രദേശങ്ങളിൽ നിന്ന് 3 ലക്ഷം രൂപ വിലമതിക്കുന്ന 20 കിൻഡലിലധികമാണ് ഈ NPK വളം ഇവര് നൈട്രജൻ, ഫോസ്ഫറസ് ഒക്കെ, പൊട്ടാസ്യം, ഇതിൽ നിന്നൊക്കെ മിശ്രിതങ്ങളൊക്കെ കണ്ടെത്താൻ വേണ്ടിയിട്ട് ഇവര് ശ്രമിച്ചത്. അപ്പൊ ഇവര് പഠിച്ച പഠനം ഇവരെന്തിനു വേണ്ടിയിട്ടാണ്? ജീവൻ എടുക്കാനാണ്. അതും കാഫിറുകളുടെ ജീവൻ എടുക്കുന്നതിന് വേണ്ടി ഇവര് പഠിച്ചൊരു ഡോക്ടറായിട്ട് എന്താ കാര്യം?
എഞ്ചിനീയർ ആയിട്ട് എന്താ കാര്യം? എഞ്ചിനീയർ ആണെങ്കിൽ ഇവര് പൊട്ടിത്തെറിക്കാൻ പോകും. പ്രൊഫസർ ആണെങ്കിൽ എന്താ കാര്യം? മതം മാറ്റാൻ വേണ്ടിയിട്ട് തയ്യാറായി പോകും. അപ്പോ ഇനി ഇവര് കസ്റ്റംസ് ഉദ്യോഗസ്ഥരാണെങ്കിൽ എന്താ? മലദ്വാർ ഗോൾഡ്, ഉമ്മറം ഗോൾഡും ഒക്കെ ഈസി ആയിട്ട് ഇവര് രക്ഷപ്പെടുത്തി വിടും. എയർ ഹോസ്റ്റസ് ആയാലെന്താ? മറ്റുള്ളവരെയൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. പൈലറ്റ് ആയാലെന്താ? സ്വയം പൊട്ടിത്തെറിച്ച് മറ്റുള്ളവരുടെ ജീവൻ അപഹരിക്കാൻ ശ്രമിക്കും. ഈ പ്രതികൾ ഭാവിയിൽ കൂടുതൽ ആക്രമണങ്ങൾ നടത്താൻ പദ്ധതിയിട്ടിരുന്നു എന്ന് സംശയിക്കുന്നുണ്ട് ഇന്ന് അന്വേഷണ ഏജൻസികൾ. ഈ ശൃംഖലയെ കുറിച്ചിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ്. കാരണം കണ്ടെത്തി അതിന്റെ വേരുകൾ അറുത്തിട്ടില്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് ഇനിയും ഇതിനേക്കാൾ ഭീകരമായിട്ടുള്ള പലതും ഉണ്ടാകും. അപ്പൊ ഈ സ്ഫോടന കേസിലെ മുഖ്യപ്രതി ഡോക്ടർ ഉമർ, നോക്കണം, ഈ പിടിച്ചവരിൽ ആരെങ്കിലും ഒരു അമുസ്ലിം ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ നിൽക്കുമായിരുന്നു ഈ കേരളത്തിന്റെ ഗതി. അപ്പോ ഇവര് ഒരു ഗ്രൂപ്പ് വികസിപ്പിച്ചെടുത്ത് ചെങ്കോട്ട സ്ഫോടനം, ശരി, പിന്നെ കുറച്ചപ്പുറത്തായിട്ട് ഗുരുഗ്രാം, ഓക്കെ, നൂഹ് UP, ഓക്കെ, അഹമ്മദാബാദ്